നമ്മൾ പാത്രങ്ങളുണ്ടല്ലോ സർ, ഇവ കാസ്റ്റ് അയൺ, അലുമിനിയം, എയർ ഫ്രയർ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ എയർ ഫ്രയർ ഏറ്റവും നല്ല കുക്കിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോവേവിംഗ് ആണ്. എയർ ഫ്രയർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഓപ്ഷനാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള അലുമിനിയം പാത്രം നമുക്ക് ഉപയോഗിക്കാം, കാസ്റ്റ് അയൺ ഉപയോഗിക്കാം, ഏത് പാത്രം വേണേലും നമുക്ക് ഉപയോഗിക്കാം. അല്ലാതൊന്നും അതുകൊണ്ടൊന്നും ഒരു രീതിയിലും ക്യാൻസർ ഉണ്ടാകുന്നില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് അലുമിനിയം ഇപ്പം നമ്മൾ ഒത്തിരി പുളിയുള്ള സാധനം വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ച് അലുമിനിയം വേണേൽ ഈ ഭക്ഷണത്തിലേക്ക് ലീച്ച് ചെയ്തിറങ്ങാം. പക്ഷേ അതൊന്നും വലിയ നമ്മുടെ ഡെയിലി അലവൽ ഡോസിൻ്റെ മുകളിൽ പോകുന്നില്ലെന്നുള്ളതാണ്. ഇവിടെ പേടിപ്പിക്കുന്ന കാര്യം വെച്ചാൽ അലുമിനിയം, അതായത് അൽഷിമർ ഡിസീസ് വരുന്നവരുടെ ബ്രെയിൻ പരിശോധിച്ചപ്പോൾ അവരുടെ ബ്രെയിൻ കോശങ്ങളിൽ അലുമിനിയത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്ന് കണ്ടു. അത് ഒരു പഠന റിപ്പോർട്ടും ഈ അലുമിനിയം പാത്രവും കൂടെ വെച്ചിട്ട് സ്യൂഡോ സയൻസുകാരെ ഇറക്കി വിട്ടതാണ്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. അലുമിനിയം അല്ല അൽഷിമർ ഉണ്ടാക്കുന്നത്. മൺചട്ടി കുറച്ച് പേടിച്ചാൽ കൊള്ളാൻ തോന്നുന്നു. മൺചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം സിലിക്കേറ്റ് ആണ് സാധനം. അപ്പം പക്ഷേ അത് അലുമിനിയമായിട്ട് നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ.